സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത് ആര്? ഗോദവർമ്മ രാജയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗോദവർമ്മ രാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന് രൂപം നൽകിയത്. ഗോദവർമ്മ രാജ. അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതി ഏത്? അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയാണ് പൂനം കൃഷി. ഓപ്ഷൻ സി ആണ് ഉത്തരം. പൂനം കൃഷി. എവിടത്തെ കൃഷി രീതിയാണിത്? അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലവിലുള്ള കൃഷി രീതിയാണ് പൂനം കൃഷി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി ഏത്? ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് മീനച്ചിലാർ. മീനച്ചിലാർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ. അടുത്ത ചോദ്യം, പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. ചോദ്യം എന്തായിരുന്നു? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സംവിധാനം. ഇപ്പൊ കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ എന്നിവ എല്ലാം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവയാണ്. അടുത്ത ചോദ്യം, ഉമിനീരിന്റെ pH മൂല്യം എത്രയാണ്? ഉമിനീരിന്റെ pH മൂല്യം 6.22 7.6 ആണ് ഉമിനീരിന്റെ pH മൂല്യം. 6.22 7.6 ആണ് ഉമിനീരിന്റെ pH മൂല്യം. കേരളത്തിന്റെ ആരോഗ്യ പദ്ധതികളിൽ ഒന്നായ ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായിട്ട് വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക, അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്ക് വേണ്ട ഫണ്ട് പഞ്ചായത്ത് ലഭ്യമാക്കുകയും ചെയ്യുക. ആർദ്രം പദ്ധതിയിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗി സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുക, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായിട്ട് വിപുലപ്പെടുത്തുക, ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവ ആർദ്രം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചസാരയിലെ ഘടകമൂലകങ്ങൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ പഞ്ചസാരയിലെ ഘടകമൂലകങ്ങളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്?
ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ചോദ്യം എന്താണ്? മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്തതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇതെല്ലാം മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് പട്ടിക 1 ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം, അതുപോലെ പട്ടിക 2 വേദി, ഇവയാണ് തന്നിരിക്കുന്നത്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ് 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. 2023 ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നത്? ചൈനയിലാണ്. 2026 എവിടെയാണ് നടന്നത്? 2026 നടക്കാൻ പോകുന്നത് 2026 നടക്കാൻ പോകുന്നത് ജപ്പാനിലാണ്. അതുപോലെ 2030 എവിടെയാണ്? ഖത്തറിലാണ്. ഇപ്പം 2018 ഇന്തോനേഷ്യ, 2023 ചൈന, 2026 ജപ്പാൻ, 2030 ഖത്തർ. അടുത്ത ചോദ്യം, ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് ശരി. നീന്തൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് കത്രിക, ചവണ, ത്രാസ്, നാരങ്ങാഞ്ഞെക്കി. ഇതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ മാത്രം ശരിയാണ്. കത്രിക, ത്രാസ് എന്നിവ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് എന്താണ്? ധാരം മധ്യത്തിൽ വരുന്ന ഉത്തോലകമാണ് ഒന്നാം വർഗ ഉത്തോലകം. ഉത്തരം വരുന്നത് കത്രിക, ത്രാസ് എന്നിവയാണ്. അടുത്ത ചോദ്യം, ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഭൂമി ഒരു പ്രാവശ്യം സ്വയം തിരിയുവാനായിട്ട് എടുക്കുന്ന സമയം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 4 മാത്രം ശരി. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമി ഒരു തവണ സ്വയം തിരിയുവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രമാണ് ശരി. റിഷ്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള റിഷ്രയിലാണ് ആദ്യത്തെ ചണമിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്? 1855 1855 ഇന്ത്യയിലെ ആദ്യത്തെ ചണമിൽ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള റിഷ്ര. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിലെ വിവരാവകാശ നിയമം
വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12-നാണ്. 2005 ഒക്ടോബർ 12-നാണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12. വെള്ളായിയപ്പൻ കഥാപാത്രമായിട്ട് വരുന്ന കൃതി ഏതാണ്? വെള്ളായിയപ്പൻ ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ? കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. അടുത്ത ചോദ്യം, വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം ശരി. 2 മാത്രം. 2 ഏതാണ്? ചെമ്പാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായ മൂലകം ഏതാണ്? ചെമ്പ്. രണ്ട് മാത്രം ശരി, ചെമ്പ്. അടുത്ത ചോദ്യം, ഖൈബർ ബോലാൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്? ഖൈബർ ബോലാൻ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഖൈബർ ബോലാൻ എന്നീ മലമ്പാതകൾ സ്ഥിതി ചെയ്യുന്ന ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന നദികൾ അവയുടെ വിശേഷണങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ചുവടെ പറയുന്ന നദികൾ അവയുടെ വിശേഷണങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി. അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. അർദ്ധഗംഗ കൃഷ്ണ നദി. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പൊ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അർദ്ധഗംഗ കൃഷ്ണ നദിയാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അടുത്ത ചോദ്യം, ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യയിലെ പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് തന്നിരിക്കുന്നത്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ബുക്സ, സരിസ്ക, സിംലിപാൽ, പാക്കുയി എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബുക്സ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. സരിസ്ക രാജസ്ഥാനിലാണ്. സിംലിപാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. സിംലിപാൽ കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ഒഡീഷയിലാണ്. പാക്കുയി അരുണാചൽ പ്രദേശിലാണ്. പാക്കുയി എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ബുക്സ കടുവ സംരക്ഷണ കേന്ദ്രം പശ്ചിമ ബംഗാളിലാണ്. സരിസ്ക രാജസ്ഥാനിലാണ്. സിംലിപാൽ ഒഡീഷയിലാണ്. പാക്കുയി അരുണാചൽ പ്രദേശിലാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ്. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഗ്രാഫിൻ ആണ്. ഗ്രാഫിൻ. ഓപ്ഷൻ സി ഗ്രാഫിൻ. ലോക മണ്ണു ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ലോക മണ്ണു ദിനമായിട്ട് ആചരിക്കുന്നത്
ഡിസംബർ 5 ഡിസംബർ 5 ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി. ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി ത്രിപുരയിലാണ്. ത്രിപുര. ഓപ്ഷൻ എ ത്രിപുര. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ എ. വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി. വട്ടമേശ സമ്മേളനങ്ങളിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി BR അംബേദ്കർ ആണ്. BR അംബേദ്കർ. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എന്ന്? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് എന്ന്? 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി. ബ്രിട്ടീഷ് ഗവൺമെന്റ് 26-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റിയ സ്വാതന്ത്ര്യ സമര സേനാനി വക്കം അബ്ദുൽ ഖാദർ ആണ്. വക്കം അബ്ദുൽ ഖാദർ. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക് ആണ്. ഓപ്ഷൻ ഡി ചാർട്ടേഡ് ബാങ്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ ബാങ്ക്. ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? ഏത് ജീവിതശൈലി രോഗത്തിന്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടി. കേരള സർക്കാരിന്റെ ജലനിധി പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന സ്ഥാപനം. കേരള സർക്കാരിന്റെ ജലനിധി പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നത് ലോകബാങ്ക് ആണ്. ലോകബാങ്ക് കേരള സർക്കാരിന്റെ ജലനിധി പദ്ധതിയുമായിട്ട് സഹകരിക്കുന്നു. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നത് വായിക്കാം. കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്കായിരുന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. അപ്പോൾ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കൃഷിക്ക് യോഗ്യമായ സ്ഥലത്തിന്റെ അളവ് വർദ്ധിച്ചു, ശരിയാണ്. ഗുണം കൂടുതൽ ലഭിച്ചത് വൻകിട കർഷകർക്കായിരുന്നു, ശരിയാണ്. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ശരിയായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30 ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961 പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30 എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 എന്ന് പറഞ്ഞിരിക്കുന്നു, ശരിയാണ്. സ്ത്രീധന നിരോധന നിയമം 1961 ശരിയാണ്.
പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012. ശരിയാണ്. കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാത. കേരളത്തിന്റെ വടക്ക് മുതൽ തെക്കേ അറ്റം വരെയുള്ള ജലപാതയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഏതിൽ നിന്നാണ് ക്യുനൈൻ ലഭിക്കുന്നത്? ക്യുനൈൻ സിങ്കോണയിൽ നിന്നുമാണ്. സിങ്കോണ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് M.J. Schleiden ആണ്. M.J. Schleiden. സെറികൾച്ചർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെറികൾച്ചർ പട്ടുനൂൽ പുഴുവാണ്. സെറികൾച്ചർ. ഏതിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്? ബ്ലാക്ക് സോയിൽ അഥവാ കറുത്ത മണ്ണ് ഏതിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ബ്ലാക്ക് സോയിൽ. റഡാർ കണ്ടുപിടിച്ചത് ആര്? റോബർട്ട് വാട്സൺ വാട്ടാണ് റഡാർ കണ്ടുപിടിച്ചത്. ആരാണ്? റോബർട്ട് വാട്സൺ വാട്ട്. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഏതാണ്? ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീടാണ് ചട്ടമ്പി സ്വാമിയുടെ ഭവനം. ഉള്ളൂർക്കോട് വീട്. കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആരാണ്? പത്രത്തിന്റെ പേര് കേരള സഞ്ചാരി. പത്രാധിപരായിരുന്നത് സി കൃഷ്ണനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സി കൃഷ്ണൻ. റൈബോഫ്ലാവിൻ ഏത് വിറ്റാമിന്റെ രാസനാമമാണ്? റൈബോഫ്ലാവിൻ എന്നത് ഏത് വിറ്റാമിന്റെ രാസനാമമാണ്? വിറ്റാമിൻ B2 ആണ്. വിറ്റാമിൻ B2വിന്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു ദാദ്ര നാഗർ ഹവേലി? ഏത് രാജ്യത്തിന്റെ കോളനിയായിരുന്നു? പോർച്ചുഗലിന്റെ കോളനിയായിരുന്നു ദാദ്ര നാഗർ ഹവേലി. ഹിമാദ്രി പർവ്വതനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ബീറ്റ കണങ്ങൾ എന്നറിയപ്പെടുന്നത്? ഇലക്ട്രോണുകളാണ് ബീറ്റ കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രോണുകൾ. മർദ്ദം കൂടുന്നതിനനുസരിച്ച് ഒരു ദ്രാവകത്തിന്റെ തിളനില കൂടുന്നു. എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? എല്ലാത്തരം സ്റ്റീലിലും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് കാർബൺ, അയേൺ എന്നിവ. കോഫി ബോർഡിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. സാന്താൾ ഗേൾ എന്ന പ്രസിദ്ധമായ പെയിന്റിംഗ് വരച്ചത് ആരാണ്? വരച്ചത് ജെമിനി റോയ് ആണ്. സാന്താൾ ഗേൾ. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.